തലവേദന വരാനൊരു പ്രധാന കാരണമാണ് സൈനിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സൈനിസൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ മുകളിലും മൂക്കിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് 4 അറകളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, വായ തുടങ്ങിയ ആ സ്ഥലങ്ങളിലെല്ലാം ലൂബ്രിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഉള്ള കഫം സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സൈനിസ് എന്ന് പറയുന്നത്. ഈ 4 അറകളിൽ ഏതെങ്കിലും ഒരറയ്ക്കകത്തായാലും അണുബാധ ഉണ്ടായി കഴിയുമ്പോഴാണ് സൈനിസൈറ്റിസ് എന്ന് തന്നെ. അതുവഴി കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണിൽ പീള കെട്ടുക, തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുക, പിന്നെ ശരിയായ രീതിയിലുള്ള കഫത്തിൻ്റെ പ്രവർത്തനക്ഷമത മോശമായി വരിക. അതിന് സാധാരണഗതിയിൽ നമ്മൾ ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കഫത്തെ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതല്ല ചെയ്യേണ്ടത്. ഇവിടെ കോപത്തെ അടക്കണം. കഫത്തിൻ്റെ കോപത്തെ അടക്കുമ്പോൾ അവിടെ ശുദ്ധമായ കഫം വന്ന് നിറയുകയും അതുവഴി നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെ കൂടുതലത് ഉത്തേജകമാക്കിയിടും. ഇത് സാധാരണഗതിയിൽ പിന്നെ എല്ലാവരും പറയുന്നത് ഭയങ്കര കഫത്തിനുള്ള മരുന്ന് കൊടുക്കും. കഫത്തിനല്ല മരുന്ന് കൊടുക്കുന്നത്, കോപത്തെയാണ്. വാതം, പിത്തം, കഫം ഇത് മൂന്നൂടെ ചേരുന്നതാണ് ശരീരം. ഇതിൻ്റെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം. ഏതെങ്കിലും ഒന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഇംബാലൻസ് ആയിട്ട് മറ്റു രോഗങ്ങളിലേക്ക് പോകും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഫേസ് മസാജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖാഭ്യംഗം നന്നായിട്ട് ചെയ്ത് ഒരു സ്വേദം ക്രിയ, വിയർപ്പിക്കലും കൊടുത്ത് ഒരു നസ്യകർമ്മം ശരിയായ രീതിയിൽ പലർക്കും അതിന് അല്പം തീക്ഷ്ണ നസ്യമൊക്കെ വേണ്ടി വരുമായിരിക്കും. അത് നല്ല ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശത്തോടെയും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുമാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിലൊരു നല്ല നസ്യകർമ്മമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ദിവസം കൊണ്ടാകത്തില്ല. അങ്ങനെ 2-3 ചിലത് ഏറ്റവും കുറഞ്ഞ 5 ദിവസമാണ്. 5 ദിവസവും നസ്യകർമ്മം ചെയ്ത്, അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ഈ മുഖാഭ്യംഗം അഥവാ മുഖത്തിൻ്റെ തിരുമെന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി ചെയ്ത് ഈ നസ്യവും ധൂമപാനവും കൂടെ ചെയ്യണം. ധൂമപാനം കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈനിസുകളിലെ വൃത്തികെട്ട അല്ലെങ്കിൽ രോഗാതുരമായ കഫം പുറത്തു പോവുകയും നല്ല കഫം അവിടെ വന്ന് നിറയുകയും ചെയ്തിട്ട് നമ്മുടെ ഈ അസുഖത്തെ പൂർണ്ണമായി മാറ്റാനും കഴിയും. ഇനി വേറെ ചിലരുണ്ട്, മൂക്കിൻ്റെ പാലത്തിന് ചെറിയ വളവുള്ളവർ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ഏതെങ്കിലും ചെറിയ പൊട്ടലുകളൊക്കെ സംഭവിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇത് മാറാതെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ പഞ്ചകർമ്മം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കലും ആയുർവേദം മാത്രമാണ് അങ്ങേയറ്റമെന്നോ അല്ലെങ്കിൽ അലോപ്പതി മാത്രമാണ് അങ്ങേയറ്റമെന്നോ പറയാൻ നമുക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് ഒന്ന് പറ്റിയില്ലെങ്കിൽ മറ്റൊന്ന് നോക്കണം. അതാണ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ നാട്ടിലുണ്ടല്ലോ. അപ്പം ഒന്നിനെയും ഒന്ന് മോശമാക്കി കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സൈനിസൈറ്റിസ് എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ആളുകളധികം വിഷമിക്കേണ്ട സംഗതിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.